ഹലോ, നമ്മുടെ 2025 JEE മെയിൻ സെഷൻ 1ൻ്റെ റിസൾട്ട് വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളെല്ലാവരും തന്നെ ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഏകദേശം എത്ര മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് എത്ര ആയിരിക്കും എന്നും കൂടെ അറിയാനാണ് ആക്ച്വലി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ റിസൾട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, റിസൾട്ട് വരുന്ന സമയത്ത് എഴുതിയ എല്ലാ ആളുകളും ഹാപ്പി ആകും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൽ മാർക്ക് കുറഞ്ഞു പോകുന്നവരുണ്ടാകും, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടും അവസാന നിമിഷത്തെ കുറച്ച് മിസ്റ്റേക്കുകൾ കാരണം പ്രതീക്ഷിച്ച പോലെ മാർക്ക് കിട്ടാത്ത ആളുകളുണ്ടാവാം. ഇനി അതെല്ലാം നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്തവരുണ്ടാകും, പ്രതീക്ഷിച്ച പോലെ തന്നെ പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി എക്സലൻ്റ് ആയിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച് വെക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റിസൾട്ടിനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നേരത്തെ തന്നെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം റിസൾട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ റിസൾട്ടിനെ നോക്കിക്കാണാൻ. ഇതെപ്പോഴും ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ റിസൾട്ടിനെ നിങ്ങൾ കാണുക. ഇന്ത്യയിൽ എഴുതിയ കുട്ടികളിൽ ഇത്രയോ ലക്ഷക്കണക്കിന് കുട്ടികൾ എക്സാം എഴുതി, ആ ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിങ്ങളുടെ റാങ്ക് എത്രയായിരിക്കും എന്നുള്ളതാണ് ശരിക്കും പെർസെൻറ്റേജ് കൊണ്ട് നമ്മൾ അറിയാൻ പോകുന്നത്. അല്ലാതെ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിൻ്റെ കണക്കല്ല ആക്ച്വലി അത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത സെഷനിലേക്കും ഇനി വരാൻ പോകുന്ന കീം, JEE അഡ്വാൻസ്ഡ് എക്സാം, അതുപോലെ തന്നെ VITയുടെ എക്സാം ഉണ്ട്, കുസാറ്റിൻ്റെ എക്സാം ഉണ്ട്, നീറ്റിൻ്റെ എക്സാം എഴുതുന്ന കുട്ടികളുണ്ടാവാം, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു 10-12 മേ ബി 15ഓളം എക്സാമിനേഷൻസ് അടുത്തൊരു 4 മാസത്തിൽ നടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ എക്സാമുകളിലെല്ലാം ഓരോന്നിലും നിങ്ങളുടെ റിസൾട്ട് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു JEE മെയിൻ സെഷൻ 1 എന്തുകൊണ്ട് കുട്ടികൾ എല്ലാവരും എഴുതണമെന്ന് മൾട്ടിപ്പിൾ ടൈംസ് ഞാനും മറ്റെല്ലാ ടീച്ചേഴ്സും പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിയൽ എക്സാം എഴുതി അതിൻ്റെ എക്സ്പീരിയൻസ് വിത്ത് അതിൻ്റെ റിസൾട്ട് കാണുന്നതോടുകൂടി ആ കിട്ടുന്ന ഒരു ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എക്സാം എഴുതാൻ നമ്മൾ പോയി തിരിച്ച് വീട്ടിലെത്തി, നമ്മൾ ആൻസർ കീ കാര്യങ്ങളൊക്കെ കാണുന്നു, നമ്മുടെ അപ്രോക്സിമേറ്റ് മാർക്ക് മനസ്സിലാക്കുന്നു, ആൻഡ് ഫൈനലി നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് ആ റിസൾട്ട് കാണുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു ജേണി തന്നെയാണ്. അതിൽ നമ്മൾ മെൻ്റലി അടക്കം, നമ്മൾ ഇമോഷണലി അടക്കം ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോകും. അപ്പോൾ അത് നമ്മളെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും നമ്മളെ മെൻ്റലി സ്ട്രോങ് ആക്കാനൊക്കെ ഒരുപാട് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വരാൻ പോകുന്ന റിസൾട്ടിനെ കാണുക. യൂഷ്വലി ഫെബ്രുവരി 12-നോ 13-നോ ആണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുള്ളത്. രാത്രി ഒരു 11-11:30-ക്കൊക്കെയാണ് പലപ്പോഴും അത് അപ്ലോഡ് ചെയ്യാറുള്ളത്. ആദ്യത്തെ ഒരു 1-2 മണിക്കൂർ മിക്കവാറും വെബ്സൈറ്റൊക്കെ ഹാങ് ആയിരിക്കും, എല്ലാ കുട്ടികളും ഒരുമിച്ച് ട്രൈ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അന്ന് രാത്രി അല്ലെങ്കിൽ നാളെ അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഈ റിസൾട്ടിനെ ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് നിങ്ങളുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയാലിറ്റി ചെക്ക്, നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, നിങ്ങളുടെ പഠനം എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ താഴെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കാണുക. അതുകൊണ്ട് തന്നെയാണ് JEE പോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം 2 സെഷൻ ആക്കാനുള്ള കാരണം. കുട്ടികൾക്ക് ഒന്നിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അടുത്തതിൽ തിരിച്ചെടുക്കാമല്ലോ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ആ രൂപത്തിൽ തന്നെ റിസൾട്ടിനെ നോക്കി കാണുക. ആൻഡ് നിങ്ങളുടെ ടെൻഷൻ അടിക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം നമ്മുടെ മൈൻഡിനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇനി മാർക്ക് കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ പേപ്പർ ഇപ്പോൾ അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സുകളുണ്ട്. ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ കീ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ ഏത് ചാപ്റ്ററിൽ തെറ്റുപറ്റി, എങ്ങനെ തെറ്റുപറ്റി, എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ ആ ഒരു 3 മണിക്കൂറിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ചെയ്തു കൂട്ടിയത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് സ്ട്രോങ്ങർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് മാർക്ക് കുറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്. റിസൾട്ട് നന്നായവരോടും പറയാനുള്ളത് എന്താണ്, ഇതിനേക്കാൾ വലിയ എക്സാമുകൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. JEE അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് IITs തന്നെയാണ്. ആ IITസിലേക്ക് എത്താൻ വേണ്ടി തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എന്നാലാണ് നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഡ്രീമിൽ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള 2nd or 3rd ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അതല്ലാതെ നമ്മൾ ആദ്യമേ നമ്മുടെ ഡ്രീം ഏറ്റവും മിനിമലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി ഒരു പെട്ടെന്ന് വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും റിസൾട്ട് വരുന്നതിന് മുൻപായിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ് നേരാനും കൂടിയാണ്. ആൻഡ് ആസ് യൂഷ്വൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ടെൻഷൻ എന്തൊക്കെയാണ്, ആങ്സൈറ്റി, നിങ്ങളെ ആങ്ഷ്യസ് ആക്കുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയാം. എല്ലാം ഞാൻ വായിക്കാറുണ്ട്, പരമാവധി എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ വൺസ് അഗെയിൻ വിഷ് യു എല്ലാവർക്കും JEE മെയിൻ 2025 നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ.